പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ എന്തുവായി? രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നീല നീരിട്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് ചോദിക്കല്ലേ. അതെ, ആദ്യമായിട്ട് ഒരുമിച്ച് ചെറിയ ഡ്രസ് ഇട്ടത് ഒരു കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. പത്തനംതിട്ടയായിട്ടും നമുക്ക് ഗവിയിലൊന്നും പോകാൻ പറ്റില്ലെന്ന്. KSRTCയുടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവി ഒരു പാക്കേജ് ഉണ്ട്. പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ഗവി വരെ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരു യാത്ര. അതിന് പോവാണ്. രാവിലെ 6:30 ആകുമ്പോൾ അവിടെ നിന്ന് ബസ് എടുക്കും. അപ്പോൾ ആ യാത്ര, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാം. അപ്പം ഞങ്ങളുടെ ആഗ്രഹം സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. ഒരു ടാറ്റ, പോയിട്ട് വരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം യാത്ര തുടരുന്നതായിരിക്കും അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ സമയം 7 മണിയായപ്പോ തന്നെ അപ്പവും മുട്ടക്കറി, ഇവിടെ ഇടിയപ്പം മുട്ടക്കറി, നല്ല കിടിപ്പാത്ത മുട്ടക്കറിയാണ്. കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഈ ഗവി യാത്രയെ പറ്റിയുള്ള പ്ലാനിങ് കിടക്കായിരുന്നു. ബൈക്കിന് പോകാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം മാരുതി 800 പോകാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ സ്വന്തം KSRTCയുടെ ഒരു ഉല്ലാസ യാത്രയുടെ വിവരത്തെ പറ്റി അറിയുന്നത്. സത്യത്തിൽ KSRTC ഈ ഒരു പ്ലാൻ തുടങ്ങുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമില്ല, നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെയും ബിജു മേനോന്റെയൊക്കെ ഓർഡിനറി എന്നുള്ള സിനിമ. അത് മലയാളികളുടെ ഇടയിൽ ഗവി എന്നുള്ള ആ ഒരു സ്ഥലത്തിന് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. അത് പത്തനംതിട്ടക്കാർക്കെന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർക്ക് ഗവിയെ പറ്റി ഒരു പ്രത്യേക ഒരു മമതയുണ്ടായി. അതിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തത് ഗവിയിലൊന്നും ആയിരുന്നില്ല. പക്ഷെ ഗവി എന്നുള്ള പേര് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മന്ത്രിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിലും ഇങ്ങനെ മന്ത്രിച്ചു. ഞങ്ങളുടെ അല്ല, എന്റെ. കാരണം കവിതയെ സംബന്ധിച്ചിടത്തോളം കവിതയ്ക്ക് ഇങ്ങനെ കാടും മേടും എന്നുള്ള സ്ഥലത്ത് അത്ര താല്പര്യമില്ല. കാരണം അവള് ജീവിച്ചത് ഊട്ടിയിലാണ്, അറിയാമല്ലോ. ഊട്ടിയിലില്ലാത്ത മലയും കാടുമോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാട്, ഈ മല, അതൊരു ഭയങ്കര ആഗ്രഹം. വേറൊന്നും കൊണ്ടുമല്ല, ഒരു പ്രവാസിയായി 10-15 വർഷം ജീവിച്ച സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. അന്ന് അവിടെ നിന്ന് ടിവിയിലും ഫോണിലും ഒക്കെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ നാട്ടിലെ പച്ചപ്പും മനോഹാരിതയും കണ്ട് കൊതി തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ കാട്ടിലോട്ടൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ എന്തുവാണ് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം KSRTCയിൽ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ 1400 രൂപ, പത്തനംതിട്ടയിൽ നിന്ന് ഗവി ഈ ടൂർ പാക്കേജിന് 1400 രൂപ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും ടിക്കറ്റ് എടുത്തു. അപ്പൊ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6:30 ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 6 മണിയൊക്കെ ആകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ സ്വന്തം ഡ്രൈവർ ചേട്ടനും പിന്നെ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഗിരീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി സീറ്റൊക്കെ പിടിച്ചപ്പോൾ അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അടവി, കൊട്ടവഞ്ചി, മൂഴിയാർ ഡാം, കക്കി ഡാം, ആനത്തോട് ഡാം, പമ്പ ഡാം, അങ്ങനെ അവസാനം ഗവി ഡാം, അത് കഴിഞ്ഞിട്ട് പരന്തംപാറയിൽ പോയി തിരിച്ച് പറഞ്ഞിട്ട് വരിക. ഇതാണ് പാക്കേജ്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് മൂഴിയാറിൽ നമുക്ക് ഉച്ചഭക്ഷണം, അത് നമ്മുടെ ഈ 1400 രൂപ പാക്കേജ് തന്നെ വരുന്നതന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ യാത്ര ആനന്ദിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. ഇതിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഒരു 35-40 പേരോളം ഉണ്ട്. ആ 40 പേര് നമുക്ക് പരസ്പരം പരിചയമില്ലാത്ത ആളുകൾ തന്നെയാണ്. ഓരോ ഗവി ട്രിപ്പിന്റെയും പിന്നിൽ അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് പിന്നിൽ പലർക്കും പറയാനുള്ളത് ഈ 40 പേര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു എൻജോയ്മെന്റ്. പലരും പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ്, നേരെ അതിനു മുമ്പ് കണ്ടിട്ട് പോലും ആൾക്കാരായിരിക്കും. പക്ഷെ ഈ ഒരു ഫുൾ ഡേ അവരെല്ലാം ഒരുമിച്ച് ഒരു ടൂറിസ്റ്റുകളെ പോലെ ഇങ്ങനെ യാത്ര ചെയ്ത് ആ കാടിന്റെ മനോഹാരിതയെ കണ്ട് ഇങ്ങനെ ആനന്ദിച്ച് പോകുമ്പോൾ അവരൊരു കുടുംബക്കാരായി മാറുകയാണ്. കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് നല്ല രസമായിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ എന്തായാലും ഞങ്ങളും അതിന്റെ കൂടെ തന്നെ വളരെ മനോഹരമായി തന്നെ ആസ്വദിച്ച് ആനന്ദിച്ച് തന്നെ പോയി. ഇതിലൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ്. അത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. റോഡ് വളരെ മോശം. അത് കുറച്ച് പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആ കേടങ്ങ് തീർത്തു. സത്യം പറയാലോ, നമുക്ക് കാട്ടിൽ ഒരു ഊണ് കിട്ടിയ പ്രതീതിയായിരുന്നു. വീട്ടിലൂണൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടാവും. നമ്മളിതുപോലെ കാട്ടിൽ പോയിട്ട് അവിടെ നല്ല ചോറും നമ്മുടെ അവിയലും പച്ചടിയും നല്ല അടിപൊളി ആറ്റുമീൻ അല്ലെ ഡാമിലെ ആ ഒരു മീൻ, വറുത്ത മീനും, അതെന്തായാലും അങ്ങ് പൊലിച്ചു കേട്ടോ. സത്യം പറയാല്ല, അതെല്ലാവരും നന്നായി കഴിച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടർന്ന് പല സ്ഥലങ്ങളിൽ നമ്മളെ ഇങ്ങനെ കാണിച്ച് അവർ പോകുമ്പോഴും പല പോയിന്റുകൾ നമ്മുടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാത്തെ പറ്റി ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. നമുക്കെന്ത് സംശയങ്ങളും കാര്യങ്ങളുണ്ട് അവരോട് ചോദിക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരികയും ചെയ്യും. ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു വനമാണ് ഈ ഒരു ഏരിയ. അപ്പൊ നമ്മളിത് കണ്ട് ആസ്വദിച്ചു പോവുക. ശരിക്കും ഈ യാത്രയുടെ ഒരു സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാടും മലയും കോടമഞ്ഞും മഴയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പൂർണ്ണമായി ആസ്വദിച്ച് തന്നെ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആസ്വദിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കാണാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം. ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കണ്ടു, നമ്മുടെ നാട്ടിലുള്ള ആ പന്നിയെ കാട്ടിൽ കണ്ടു. പിന്നെ മയില്, അതോ ഇപ്പൊ നാട്ടിലുണ്ടല്ലോ, ആന അങ്ങ് ദൂരെ ഒരിടത്ത് നിൽക്കുന്നത് കണ്ടു. പക്ഷെ കണ്ണ് ഇത്ര പിടിച്ചില്ല. എന്തായാലും അങ്ങനെ മൃഗങ്ങളെയൊക്കെ ഒരുപാട് കണ്ട, ഇങ്ങനെയുള്ള അതിന് മുമ്പുള്ള യാത്രയിൽ ഒരുപാട് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. KSRTC അല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പത്തനംതിട്ട ഭാഗത്തുനിന്ന് പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ ആങ്ങമൊഴി കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പാസ് എടുത്ത് ഗവിയിലോട്ട് യാത്ര ആരംഭിക്കാം. അതേപോലെ തന്നെ വണ്ടിപ്പെരിയാർ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടിപ്പെരിയാറിനടുത്ത് വള്ളക്കട ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് പാസ് എടുത്തിട്ട് ഗവിയിലോട്ട് യാത്ര ചെയ്യാം. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു റോഡ് തന്നെയാണ് ഈ ഒരു റൂട്ട് കംപ്ലീറ്റ്. അപ്പം വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു അഭ്യാസവും കാണിക്കാതെ തന്നെ യാത്ര ചെയ്യുക. കാരണം റോഡ് മോശമാണ്, അതുപോലെ തന്നെ റോഡിന് വീതി കുറവുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ സ്ഥലം കൊടുക്കാനും അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മളെ ഡ്രൈവർ ചേട്ടൻ മാത്രമല്ല, KSRTC ബസ് ഈ റൂട്ട് ഓടിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും വളരെ ശ്രമകരമായ രീതിയിൽ തന്നെയാണ് അവർ ഓടിക്കുന്നത്. അത് അവരുടെ പരിപൂർണമായ കഴിവ് മൊത്തം പുറത്തെടുത്ത് തന്നെ അവർ വണ്ടി ഓടിക്കുകയാണ്. കാരണം നമ്മൾ ആ യാത്രയെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പല സ്ഥലങ്ങളിലെ റോഡ് മോശമായിരുന്നു. ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോയതൊക്കെ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും പേരും വണ്ടിക്കകത്തിരിക്കുന്ന അവരുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് തന്നെ അവർ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. പണ്ടൊരു കഥയുണ്ടായിരുന്നു, ചോക്കുമലയിലിരുന്നവൻ ചോക്ക് തേടിപ്പോയ കഥ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു മാർഗം നമ്മുടെ ഈ ടൂറിസം മേഖല തന്നെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ മനോഹരമായ ഭൂപ്രദേശം തന്നെയാണ്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാകുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഓരോ ജില്ലകളിലും പറയാനുണ്ട് അല്ലെ. പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ എത്രയെത്ര സ്ഥലങ്ങളാണുള്ളത്. അപ്പം ആ ഒരു മേഖല വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിച്ച് അതിന് വേണ്ട ഉചിതമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വൻ സാമ്പത്തിക നേട്ടമായി ടൂറിസം മേഖല കേരളത്തിൽ വളർന്നു വരട്ടെ എന്ന് തന്നെ ആശിക്കുകയാണ്. കാടും മലകളും ഇതേപോലുള്ള സുന്ദരമായ ഭൂപ്രദേശങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും KSRTCയുടെ ഈ ജംഗിൾ സഫാരി അല്ലെങ്കിൽ ഈ ഉല്ലാസ യാത്രയ്ക്ക് വരിക തന്നെ വേണം. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തവും വളരെ മനോഹരമായ കാഴ്ചകളും നല്ല നല്ല സുഹൃത്തുക്കളെയും സമ്പാദിച്ച് ഒരു ദിനം മൊത്തവും നിങ്ങൾക്ക് ആസ്വദിക്കാം.
ഞങ്ങൾക്ക് ഈ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. ചില പ്രശ്നങ്ങൾ ഇല്ലാതെയില്ല. റോഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയും, അതേപോലെ ബസ്സിന്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ, ബസ്സിനൊക്കെ കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുപക്ഷെ കുറച്ചുകൂടെ പ്രായമുള്ളവരൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ഒക്കെ ആയിരിക്കും. എന്തായാലും ഈ യാത്രയുടെ അവസാനം എത്തപ്പെട്ടത് പരുന്തുംപാറയിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു പാക്കേജിലാണെന്ന് തോന്നുന്നു പരുന്തുംപാറയും കൂടെ KSRTC ഈ ഉല്ലാസ യാത്രയിൽ ആഡ് ചെയ്തേക്കുന്നത്. എന്തായാലും പരുന്തുംപാറ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. കോടയും മഞ്ഞും മലകളും മാത്രം തന്നെ. പക്ഷേ ഒരുപാട് വൃത്തികേടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരുപാട് ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കും ഒക്കെ അവിടെ പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു. അതിനുള്ള കാരണക്കാരെ മറ്റാരുമല്ലാതെ നമ്മളൊക്കെ തന്നെ ആവാം. നമ്മളുടെ ഒരു സംസ്കാരമാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് തെറ്റാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുക, വേണ്ട രീതിയിലുള്ള മാലിന്യ സംസ്കരണം അവിടെയുള്ള അധികൃതർ ചെയ്യുക, ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എന്തായാലും യാത്ര അവസാനിച്ച് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ്. പക്ഷെ ഇത് പറയാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. രാവിലെ 6:30 അവിടുന്ന് വണ്ടി എടുത്ത് വൈകിട്ട് 8:30 പത്തനംതിട്ട കൊണ്ട് വിട്ട ഞങ്ങളുടെ സ്വന്തം KSRTC ഡ്രൈവറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം സൂപ്പർ വണ്ടി ഓടിക്കലായിരുന്നു കേട്ടോ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പുള്ളിക്ക് അടുത്ത് തന്നെയുള്ള ബോക്സ് സീറ്റിലായിരുന്നു ഇരുന്നത്. വളരെ നല്ല മനുഷ്യൻ, വളരെ സന്തോഷം. പുള്ളി നല്ല പാട്ട് പാടുമെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളെ പറ്റിച്ച് പാട്ട് പാടി കേൾപ്പിച്ചില്ല. അത് പോട്ടെ. എന്തായാലും 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തി. അതിനുശേഷം അവിടുന്ന് പതുക്കെ ഞങ്ങളുടെ കൂട്ടിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി. പറഞ്ഞ സമയത്തിന് കൊണ്ടെത്തിച്ചു. 8:30 ഉറങ്ങുന്നുണ്ട്.